ഇറാന്റെ നിലവിലെ തലസ്ഥാനം എന്ന് പറയുന്ന ടെഹ്റാൻ ഇറാന്റെ ഏതാണ്ട് നോർത്ത് ഭാഗത്താണ് വരുന്നത്. ഈ ഇറാഖുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെഹ്റാൻ പിടിക്കാൻ ഇസ്രായേൽ ശ്രമിക്കും എന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ മിസൈലുകൾക്ക് സിറിയയും ഇറാഖും ഒക്കെ മറികടന്ന് ടെഹ്റാനിലേക്ക് പോകുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. എന്നാൽ ഈ അപകടം മനസ്സിലാക്കിയ ഇറാൻ ഇപ്പോൾ അവരുടെ തലസ്ഥാനം മക്രാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മക്രാൻ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ നിയന്ത്രിക്കുന്ന ചാമ്പഹാർ പോർട്ടിന്റെ അടുത്തായിട്ടാണ്. ചാമ്പഹാർ തുറമുഖത്തിന് വളരെ അടുത്തായിട്ടാണ് ഈ മക്രാൻ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, ചാമ്പഹാർ ബേയുടെ ഭാഗത്തായിട്ട്. ഇവിടെയാണ് ഇറാൻ ഇത് നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇത് ഗൾഫ് ഓഫ് ഒമാന്റെ അടുത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത് UAE-യുടെയും മസ്കറ്റിന്റെയും ഒക്കെ വമ്പൻ നഗരങ്ങൾ, അതിൽ പലതും വലിയ നഗരങ്ങളാണ്, വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ ധാരാളമുള്ള നഗരങ്ങളാണ്. സോ ഇതിന് അഭിമുഖമായിട്ട് ഇന്ത്യയുടെ ചാമ്പഹാർ പോർട്ടിനടുത്തായിട്ട് പുതിയ തലസ്ഥാനം നിർമ്മിക്കുന്നു. എന്തായിരിക്കാം ഇങ്ങനെ നിർമ്മിക്കാൻ കാരണം? ഇവിടെ ഈ ഒരു ഭാഗത്ത് തലസ്ഥാനം വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് തലസ്ഥാനത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ട് മാറും. ഒന്നാമത്, സമീപത്തിരിക്കുന്ന രാജ്യങ്ങൾ നോക്കുക. ഖത്തർ ഉണ്ട്, UAE ഉണ്ട്, ഒമാൻ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്. ഗൾഫ് ഓഫ് ഒമാന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിലും, സമുദ്രത്തിന് അപ്പുറവും ഇപ്പുറവും ആണെങ്കിൽ പോലും വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സമീപ രാജ്യങ്ങളെയൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേലിന്റെ അമേരിക്കയുടെയും ഒക്കെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഈ ഭാഗത്തുണ്ട്. ഇതിനൊക്കെ പുറമെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഈ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് ട്രേഡ് ഷിപ്പുകൾ ധാരാളം ഇതുവഴി കടന്നു പോകും. ഇന്ത്യയുടെ ട്രേഡ് ഷിപ്പുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാത്രമല്ല, നമ്മുടെ സെൻട്രൽ ഏഷ്യയിലേക്ക്, ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെ സെൻട്രൽ ഏഷ്യയിലേക്കും ഒരുപക്ഷെ ഭാവിയിൽ യൂറോപ്പിലേക്കും അടക്കം ഇന്ത്യയുടെ ട്രേഡ് റൂട്ട് എന്ന് പറയുന്നതും ഇതുവഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇവർ കാണുന്നത്. അതിന് മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഇന്ത്യ. അതായത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് ഇറാനും അറിയാം. അപ്പോൾ ഇന്ത്യയുടെ ഒരു സെറ്റിൽമെന്റ് ഉള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാധീനമുള്ള ഒരു പോർട്ട് ഉള്ള സ്ഥലത്ത് ഒരിക്കലും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇറാനുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ആ രാജ്യത്തിന്റെ സ്വാധീനത്തിന്റെ മറയിൽ തങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനം കൊണ്ടുവയ്ക്കാൻ ഇറാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എത്രത്തോളം മികച്ചതാണ് എന്നതിന്റെ തെളിവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ചിറകിനടിയിലാണ്. ചാമ്പഹാർ പോർട്ട് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇസ്രായേൽ ആ ഭാഗത്ത് ആക്രമണം നടത്തില്ല. ബാക്കിയൊക്കെ പോട്ടെ, വേറെ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും, ടെഹ്റാൻ ആയിക്കോട്ടെ, ഇറാന്റെ മറ്റ് മിലിറ്ററി ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഏത് ഭാഗത്തും, ഇപ്പൊ ഇറാന്റെ സെൻട്രൽ ഭാഗത്തും നോർത്തിലും എവിടെയൊക്കെ ഇനിയിപ്പോ ഇസ്രായേൽ ആക്രമണം നടത്തിയാലും ചാമ്പഹാർ പോർട്ട് ഇരിക്കുന്ന ഭാഗത്ത് തൊടില്ല. ഇത് മനസ്സിലാക്കിയാണ് അതിന്റെ പുറകില്, ആ ചാമ്പഹാർ പോർട്ടിന്റെ ഏതാണ്ട് പുറകിലായിട്ട് വരുന്നൊരു ഭാഗം തലസ്ഥാനം നിർമ്മിക്കാനായിട്ട് ഇറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഈ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഈ സമുദ്രത്തിന്റെ അതിർത്തികളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗൾഫ് ഓഫ് ഒമാന്റെ ഭാഗത്ത് ഒതുങ്ങിക്കൂടുക. ഇറാൻ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം ഭാവിയിൽ മുന്നിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ചിലപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു മുൻകരുതലെടുക്കാൻ ഇറാൻ ഭരണകൂടം നിർബന്ധിതമായിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഏത് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് സഹായം ഇന്ത്യയിൽ നിന്നേ കിട്ടൂ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. ഇറാൻ ഇന്ത്യ ഇസ്രായേൽ ബന്ധം, ഇന്ത്യ അമേരിക്ക ബന്ധം, അത് തങ്ങളെ രക്ഷിക്കും. അതായത് ചാമ്പഹാർ പോർട്ടിനടുത്തേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റിയാൽ തങ്ങളെ രക്ഷിക്കും എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. എന്തിന്? ഏത് രാജ്യത്തിന്റെ വിഷയം എടുത്താലും ഇന്ത്യ തന്ത്രപരമായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റിലേഷൻസ്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി, ലോകത്ത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, 4 രാജ്യങ്ങൾക്കാണ് സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ളത്, അതിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയുടെ തണലിൽ ഇറാൻ ഇന്ന് അവരുടെ നഗരം അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനം കെട്ടിപ്പൊക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വലിയൊരു അഭിമാനിക്കാവുന്ന വാർത്തയാണ് സത്യത്തിൽ. ഇനി മറ്റൊരു കാര്യം, ചാമ്പഹാർ പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യ പോകാതെ നോക്കേണ്ടത് ഇനി യഥാർത്ഥത്തിൽ ഇറാന്റെ ആവശ്യമായി മാറുക കൂടിയാണ്. 10 വർഷത്തെ കരാറ് 100 വർഷത്തേക്ക് ഭാവിയിൽ നീട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.